ഗ്രേഡ് 9 മാത്സിൽ ഗണിതമഞ്ജരിയിൽ ചാപ്റ്റർ 2 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസിലെ എക്സസൈസ് സെറ്റ് 2.2 ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. റൂബി ഹാസ് 3 times as many 2 rupees coins as she has 5 rupees coins. If she has a total of rupees 88, how many coins does she have of each type? ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള 5 rupees കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ 3 ഇരട്ടിയാണ് 2 rupees കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 5 rupees കോയിൻസിൻ്റെ എണ്ണത്തിനെ എക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ 2 rupees കോയിൻസിൻ്റെ എണ്ണം എത്രയാണ്? 3x ആയിരിക്കുമല്ലോ. ഇനി 5 rupees കോയിൻസ് മൊത്തം എത്ര രൂപയുണ്ട്? എണ്ണമല്ല, എത്ര രൂപയുണ്ട്? 5 രൂപ എന്ന് പറയുന്നത് 5 into x, അത്രയും 5 രൂപ തുട്ടുകൾ നോക്കി കഴിയുമ്പോൾ അത്രയും രൂപ നമുക്ക് കിട്ടും, അത്രയും പൈസ നമ്മളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, അതുപോലെ 2 rupees കോയിൻസ് നോക്കുമ്പോൾ എന്താണ്? 2 into 3x, അത്രയും രൂപയാണ് നമ്മളുടെ കയ്യിലുണ്ടാവുന്നത്. 5 രൂപ തുട്ടുകളും 2 രൂപ തുട്ടുകളും തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, എണ്ണമല്ല പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 88 rupees ആണ്. അതായത് 5x പ്ലസ് 2 into 3x. 5 rupees എന്ന് പറയുന്നത് 5 രൂപകൾ മൊത്തം കൂട്ടി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എമൗണ്ടാണ് 5x എന്ന് പറയുന്നത്. എന്നാൽ x എന്ന് പറയുന്നത് 5 രൂപ കോയിനുകളുടെ എണ്ണം മാത്രമാണ്. അതുപോലെ 2 രൂപ കോയിൻസിൻ്റെ എണ്ണമാണ് 3x എന്ന് പറയുന്നത്. 3 ഇരട്ടി ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 into 3x ആണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? 5x പ്ലസ് 6x എന്ന് വരും. അത് 88 ആണ്. ഓക്കെ, മൊത്തം പൈസ നമ്മളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. റൂബിയുടെ കയ്യിലുള്ള പൈസ 88 ആണ്. സോ 11x = 88 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5 rupees കോയിൻസിൻ്റെ എണ്ണമാണ്. എക്സിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ, അതായത് 5 rupees കോയിൻസിൻ്റെ എണ്ണം 8 ആണെങ്കിൽ 2 rupees കോയിൻസിൻ്റെ എണ്ണം അതിൻ്റെ 3 ഇരട്ടിയാണ്, അഥവാ 3 times ആണ്. സോ 3 into 8 24 എന്ന് ആൻസർ വരും. മനസ്സിലായോ?